അല്ല നിങ്ങൾ ലക്ഷണം നോക്കുന്ന ആളാണോ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ലക്ഷണം നിങ്ങൾ റിപ്പോർട്ടറാണോ? അല്ല ലക്ഷണം നോക്കുന്ന ആളാണ്. സാറിന്റെ ആയ പരിപാടി കഴിഞ്ഞ സാറ് പോവാ സാറേ. നമസ്കാരം. കാസർഗോഡ് ജനങ്ങൾ മറന്നു കാണില്ല ഒരു കുടുംബത്തിലെ 3 പേരുടെ മരണത്തിനിടയാക്കിയ ഹൊസങ്കടിയിലെ മരണം. ഹൊസങ്കടി പ്രദേശത്തെ റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചാണ് ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ടത്. അതിൻ്റെ ഒരു 10 സെക്കൻഡ് ദൃശ്യങ്ങൾ കാണാം, തിരിച്ചു വരാം. കാസർഗോഡ് ഹൊസങ്കടിയിൽ ഡിവൈഡറിലിടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറ് പൂർണ്ണമായി തകർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട 2 പേർ പൈവള്ളിക ബായിക്കട്ട സ്വദേശികളാണ്. മരിച്ചവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു തത്വം. പക്ഷേ ചിലതെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ല. ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി അരുൺകുമാർ JK എന്നാണ്. ഇയാൾക്കെതിരെ 2019 ക്രൈം നമ്പർ 26, അതുപോലെ തന്നെ 2020 ക്രൈം നമ്പർ 74, അതുപോലെ തന്നെ 2021 ക്രൈം നമ്പർ 76, 2023 ക്രൈം നമ്പർ 99, 2023 ക്രൈം നമ്പർ 162, അതുപോലെ തന്നെ 2024 ക്രൈം നമ്പർ 1 എന്നീ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് ഈ മരണപ്പെട്ടിരിക്കുന്ന അരുൺകുമാർ. ഇതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട NDPS കേസുകളുണ്ട്, അതുപോലെ മറ്റു കേസുകളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അപകടം നടന്ന ഉടൻ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ ഇത് ഒരു മരിച്ചതിന് ശേഷം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ്. പക്ഷേ ഇന്നൊരു പറയേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് ഇയാളുടെ ഒരു ജ്യേഷ്ഠൻ കിരണുണ്ട്. സംഭവം സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. NDPS, അതായത് ലഹരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. 4.5 കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയതിന് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ക്രൈം നമ്പർ 11 2020 ഒരു കേസ് ഇയാൾക്കെതിരെ ഉണ്ട്. മാത്രമല്ല 21 കിലോ കഞ്ചാവ് കാറിൽ കടത്തിയതിന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ 820/2020 ഈ കിരൺ കുമാർ പ്രതിയാണ്. കൂടാതെ കിരണിന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലും NDPS കേസുണ്ട്. അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. വയനാട്ട് ഒരു സംഘത്തിന് കഞ്ചാവ് കൈമാറാനായി അതിൻ്റെ സാമ്പിൾ, അതായത് കഞ്ചാവിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാനുള്ള 50 ഗ്രാം സാമ്പിൾ വയനാട് സംഘത്തിന് കൈമാറുന്ന സമയത്ത് എക്സൈസിൻ്റെ പിടിയിലായിരുന്നു. അന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു. ഈ കേസിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു, പക്ഷേ ഇയാളെ കണ്ടു കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിദ്യാനഗറിൽ വെച്ച് ഇയാളെ കണ്ടെത്തുകയും എക്സൈസ് സംഘം ഇയാളെ പിടികൂടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും നിങ്ങൾ കാണുക. നെക്സ്റ്റ് ഡേറ്റ് ഉണ്ട്. തള്ളി ഒന്നും നോക്കണ്ട. അങ്ങനെ ആൾക്കാരെ വിളിച്ചോളൂ. അങ്ങനെ ആൾക്കാരെ വിളിച്ചോളൂ. അങ്ങനെ ആൾക്കാരെ എന്തിനാ ബലം പിടിക്കുന്നത്? കാസർഗോഡാ? അല്ല, അത് അങ്ങോട്ടൊക്കെ കാസർഗോഡ് പറഞ്ഞേ വായിക്കട്ടെ. ആൾക്കാർ മറന്നിട്ടുണ്ടാവല്ലോ. ആൾക്കാർ നിങ്ങളെ മറന്നു പോയിട്ടുണ്ടാവും. റെക്കോർഡ് ചെയ്യുന്നല്ലേ? വേറെ കുറെ ഉണ്ട്, ഞാൻ പറയട്ടെ. എന്റെ പുറത്തില് കുറച്ച് കഷ്ടപ്പാടാണ്. കുറച്ച് ചെലവിന് പൈസ കൂടി കാണും. അതൊന്ന് ചെയ്തു തരണം കേട്ടോ. എന്താ കഷ്ടപ്പാടെന്താണ് പറഞ്ഞാല്? പണിക്ക് എന്ന് പറഞ്ഞാല് വീട്ടിലിപ്പോ മിഞ്ഞാൻ ആക്സിഡന്റ് ആയത് അച്ഛനും അനിയനും മരിച്ചു പോയതാ. വീട്ടില് കുറച്ച് ചെലവിനും പൈസ ഇല്ല. പക്ഷെ അതിന് മുമ്പ് നിങ്ങളുടെ കേസ് പ്രതിയല്ലേ? അതിന് മുമ്പേ നിങ്ങളുടെ കേസിൽ പ്രതിയല്ല. ഈ കേസിൽ പ്രതിയല്ല. നേരത്തെ വയനാട്ടിൽ നിന്ന് സാധനം കൊടുത്തു പിടിച്ച ആള് നിങ്ങൾ തന്നെയല്ലേ? വയനാട് സാധനം കൊണ്ടുവന്ന് വയനാട് കൃഷിയില്ല. വയനാട് കൃഷി ഉണ്ടോ? അല്ല, സാർക്ക് അറിയാലോ, ഉണ്ടോ? അല്ല, നിങ്ങൾ സാമ്പിൾ കൊടുത്ത് പിടിച്ച വ്യക്തി തന്നെയല്ലോ. സാമ്പിൾ എന്തെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ സാമ്പിളും കൊടുത്തില്ല. മുമ്പ് കേസ് പ്രതി എന്ന് പറഞ്ഞാല് മുമ്പ് പ്രതിയായിട്ടുണ്ടായി അവന് വീണ്ടും ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. മുമ്പ് ഒന്ന് എന്തായാലും ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ചെയ്യണോ? ഇങ്ങനെ മൺപോലെ കുടുക്കിക്കൊണ്ടിരിക്കുകയാണോ? അതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരുത്തൻ നല്ലായി എന്ന് പറയുമ്പോൾ വീണ്ടും അവനെ കൊടുക്കുന്നതല്ല. നിങ്ങളെ കണ്ടിട്ട് നന്നായി 1 ലക്ഷം രൂപ. അല്ല, നിങ്ങൾ ലക്ഷണം നോക്കുന്ന ആളാണോ? ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ലക്ഷണം നിങ്ങൾ റിപ്പോർട്ടറാണോ? അല്ല ലക്ഷണം നോക്കുന്ന ആളാണ്. ഞാനിപ്പോ അതാ അറിയാത്ത റിപ്പോർട്ടർ പ്ലസ് ലക്ഷണം നോക്കുന്ന ആളാണ്. അല്ലെ, എന്റെ കുറച്ച് ജാതകം ഉണ്ട്, അതിനൊന്നും നോക്കിയിട്ട്. തീർച്ചയായിട്ടും
എന്റെ വീടിന്റെ അഡ്രസ്സും എടുത്തോണ്ട് ലക്ഷണം നോക്കാൻ വന്നോണ്ട് പേര് സ്ഥലം പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല സ്ഥലം ഇവിടെ ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ ആൾക്കാർ സ്ഥലവും പറഞ്ഞിട്ടുണ്ടാവും. ഞാനെന്ന് പറഞ്ഞു നിങ്ങളെ നമുക്ക് എല്ലാം റിപ്പോർട്ട് കിട്ടുന്നല്ലേ, നിങ്ങൾ അച്ഛനെ അറിയാം, അനിയനെ അറിയാം, മരിച്ചുപോയ എല്ലാവരും അറിയാം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ, ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഞാനാണ്. ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്ത ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അവരെ കൊണ്ടേ ഉണ്ടാവൂല അല്ലെ? എവിടെ അവരെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടേ ഉണ്ടാവില്ല, റിപ്പോർട്ട് ചെയ്യാൻ നിന്നുണ്ടാവും. റിപ്പോർട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ പണിയതാണ്. അവരെ കൊണ്ടുപോകുന്നല്ല, കൊണ്ടുപോയി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ കൊണ്ടുപോയി. ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾക്കല്ല. അന്ന് മൂപ്പരിങ്ങളെ അനിയനും ചെറിയ പ്രശ്നത്തിലായിരുന്നല്ലോ. സാറിന്റെ ആയ പരിപാടി കഴിഞ്ഞത് സാറ് പോവാതാ അതിലേ. അല്ല നിങ്ങളാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലേട്ടാ, നിങ്ങളാണ് പറഞ്ഞത്. എക്സൈസിനെ പച്ച തെറി വിളിക്കുകയാണ്, ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഭാഗങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തത് അതൊരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനും എക്സൈസിനും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെ. ഈ സമയത്ത് അറിയാത്തയാണെങ്കിൽ ഒന്ന് കൊടുത്തു പോകും. അതുപോലും കൊടുക്കാനുള്ള അവകാശം ഇന്ന് പോലീസിനും എക്സൈസിനും ഇല്ല. കോടതിയിലെത്തിയാൽ ജഡ്ജി ചോദിക്കുന്ന ആദ്യ ചോദ്യം, നിന്നെ പോലീസ് തല്ലിയോ, നിനക്ക് എവിടെയെങ്കിലും പരിക്കുണ്ടോ, നിനക്ക് എന്തെങ്കിലും നിയമോപദേശം ലഭിച്ചോ, നിന്റെ വീട്ടുകാരെ അറിയിച്ചോ? ഒക്കെ മനുഷ്യാവകാശമൊക്കെ വേണം. പക്ഷേ മറ്റുള്ളവരെ ഭ്രാന്തനാക്കുന്ന, ഒരു കുടുംബത്തിൽ കലാപമുണ്ടാക്കുന്ന ലഹരി സപ്ലൈക്കാരോട് വേണ്ടാന്ന്. നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അല്ലാണ്ട് പോലീസിനെയും എക്സൈസിനെയും ഇങ്ങനെ കയറൂരി വിട്ടതുകൊണ്ടും കുറേ ആളുകളെ പിടിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അവർ എക്സൈസുകാരും പോലീസുകാരും കഷ്ടപ്പെട്ട് പിടിക്കും, കോടതിയിലെത്തും, ജാമ്യം എടുത്തിട്ട് തിരിച്ചു പോകും. എന്നിട്ട് എക്സൈസിന് ഇതേ കിരൺകുമാർ കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് റേഞ്ച് എക്സൈസ് ഓഫീസിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്. വാർത്ത പറയുന്നത് എന്നെയും നാളെ കല്ലെറിയും. ലഹരിയുമായി ബന്ധപ്പെട്ടവരോട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അവർ തിരിച്ചാക്രമിക്കും. ആ അക്രമമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ മക്കളോടും കുട്ടികളോടൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പപ്പ ഏത് നിമിഷവും പോകും. പക്ഷേ നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ തന്നെ പറയാം, എൻ്റെ പപ്പ നാടിന് വേണ്ടിയാണ് പോയതെന്ന്. ഒരു പോലീസുകാരും എക്സൈസുകാരും നടത്തുന്ന ത്യാഗങ്ങളെ കുറിച്ചാണ്. അവരുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ഭാര്യയ്ക്കുമെല്ലാം പൂരത്തെറിയാണ് ഇവർ. ഒന്നെങ്കിൽ ലഹരിയിൽ, അതല്ലെങ്കിൽ തന്നെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഈ എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ അമ്മക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഇവർ പറയാൻ ധൈര്യം വരുന്നത്. എവിടെയെങ്ങാനും ഒന്ന് കൊടുത്തുപോയി ഒന്ന് ആൾ തീർന്നു പോയാൽ പിന്നെ ലോകത്തുള്ള സകല കുറ്റവും ഈ എക്സൈസ് ഓഫീസർക്കായിരിക്കും. അയാളെ വിചാരണ ചെയ്യണം, അയാളെ തൂക്കിലേറ്റണം, അയാൾ മർദ്ദകന് മൂരാച്ചി. ഇനി എത്ര പരിശോധന നടത്തിയാലും, എത്ര ആളുകൾ അറസ്റ്റ് ചെയ്താലും, എത്ര കിലോ കഞ്ചാവ് MDMA പിടിച്ചാലും ഇതൊന്നും മാറാൻ പോകുമെന്ന് പ്രതീക്ഷ വേണ്ട. ഇത് മാറണമെങ്കിൽ ശക്തമായ നിയമം വേണം. 10 ഗ്രാം കഞ്ചാവ് പിടിച്ചവനും ചുരുങ്ങിയ 40 ദിവസം ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. 1 ഗ്രാം MDMA പിടികൂടുന്നവന് ചുരുങ്ങിയൊരു 4 മാസമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള നിയമമാണ് നമ്മളെ കേരള നിയമസഭ പാസ്സാക്കേണ്ടത്. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, ഈ നിയമം ശക്തമാക്കുക, എന്നാലും പോലീസ് എക്സൈസിനും കൃത്യമായി പണിയെടുക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.